നീ എപ്പോഴാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്? കഷ്ടിച്ച് ഒരാഴ്ചയായുള്ളൂ. വൃത്തികേടുകൾ ഒരുപാട് കാണിച്ചെങ്കിലും അവസാനം ജയിൽ സൂപ്രണ്ട് മുകളിലേക്ക് എഴുതി ഏലിയാസ് നല്ല പിള്ളയാണെന്ന്. അതോടെ പുറം ലോകം കാണാനുള്ള ഓർഡറും അടിച്ചിങ്ങി തന്നു. ആട്ടെ, ഹൈറേഞ്ചിൽ കിടന്ന ചേട്ടൻ ഈ വഴിക്ക് ഇവിടെ എന്തെങ്കിലും കൊട്ടേഷൻ പിടിച്ചിട്ടുണ്ടോ? അതൊക്കെ പറയാൻ പറ്റിയ സ്ഥലത്തിന്. എന്നാ വാ, വണ്ടി കൊണ്ട് കയറിക്കേ. ഓ, പറ്റിയ ഒരു സ്ഥലത്തേക്ക് തന്നെ നമുക്ക് പോവാം. വണ്ടി എടുക്കടാ. പോട്ടെ. എന്താടാ എലിയാസേ? വർഗീസേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ ടോമി കറിയച്ചൻ. ഇപ്പൊ എന്റെ മുതലാളിയും ദൈവം ഒക്കെ ഇവനാ. ടോമി, ഇത് വർഗീസേട്ടൻ. ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്ന് കുറെ അടിച്ചു പൊളിച്ചതാ ഒരേ സെല്ലില്. എന്നെ പോലെ തന്നെ എന്തിനും പോന്നവനാ. വെട്ടിന് വെട്ട്, കൊലയ്ക്ക് കൊല. അല്ല, കൊലപ്പുള്ളികളെല്ലാം കൂടി ഒത്തുകൂടിയിരിക്കാന്നോ? വർഗീസേട്ടനെ കാണാൻ കഴിഞ്ഞ് നമ്മുടെ ഭാഗ്യം ഒന്ന് കരുതിയാ മതി. പ്രത്യേകിച്ച് അഡ്രസ് ഒന്നുമില്ല, കാത്തിരിക്കാൻ ബന്ധുക്കളുമില്ല. ഒറ്റ തടിയാ, കൂടെ കൂട്ടിയ വില ഇരട്ടിക്കേ ഉള്ളൂ. എന്നാ വർഗീസേ, കൂടെ കൂടുന്ന? അതെന്നാ ചോദ്യം ടോമി? വർഗീസേട്ടാ, കൂടുന്നോന്ന്. ജയിലിൽ നിന്ന് ഇറങ്ങുന്നവന് നാട്ടുകാര് നൽകുന്ന പൗരസ്വീകരണം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൂലിയും വേലയില്ലാതെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നവൻ പച്ച വെള്ളം കുടിച്ച് എത്ര കാലം ജീവിക്കും? വർഗീസേട്ടാ, ജയിലിലേതായാലും നമ്മൾ ഒരുമിച്ചായിരുന്നു, പരസ്പരം അറിയുകയും ചെയ്യാം. എന്നാ പിന്നെ ഇനിയും നമുക്ക് ഒന്നിച്ചു കൂടിയാലെന്താ? കൊല്ലും കൊലയൊക്കെ നമുക്കങ്ങ് പങ്കിട്ടെടുക്കാം. ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഒന്നിച്ച് അനുഭവിക്കാം. നിന്റെ ആത്മാർത്ഥം എനിക്ക് ഇഷ്ടപ്പെട്ടു എലി. പക്ഷേ മെയ്യനങ്ങാതെ കൈ നിറയെ പണം കിട്ടുമെങ്കിൽ ആരെങ്കിലും കൊല്ലാനും തല്ലാനും നടക്കും. ടോമിയെ സേവിച്ച് ജീവിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകണം ശരിയല്ല. എന്നാലും പറയാ, നിനക്ക് എപ്പോ പണത്തിന് അത്യാവശ്യം വന്നാലും എന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. നീ പറയുന്ന തുക പറയുന്ന സ്ഥലത്ത് റെഡിയാ. തുകയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, വർഗീസേട്ടൻ മൊബൈലൊക്കെ എടുത്തോ? എടുത്തോന്നോ? ദേ, ഇതില് പടവും പിടിക്കാം. അപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ വർഗീസേട്ടൻ ഒരു ലോട്ടറി അടിച്ച ലക്ഷണമുണ്ട്. വെറും ലോട്ടറി അല്ലടാ മോനെ, ബമ്പറാ ബമ്പർ. ആ എന്ന് കരുതി ഒന്നിച്ച് പണം കിട്ടത്തില്ല കേട്ടോ. ആവശ്യപ്പെടുമ്പോഴൊക്കെ 10 or 20 കയ്യിലേക്ക് വെച്ച് തരും. നല്ല വടിവത്ത 1000 ദുട്ട്. വർഗീസേട്ടൻ എന്തോ കോളത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഓരോടെ ഇവിടുന്ന് തന്നെ. അല്ലെങ്കിൽ ഹൈറേഞ്ചിൽ നിന്ന് ചേട്ടൻ ഇവിടേക്ക് വണ്ടി കയറത്തില്ല. പറ, ആരാ വർഗീസേട്ടന്റെ പുതിയ ഇര? ആര് ചോദിച്ചാലും പറയരുതെന്ന് ഉറപ്പിച്ച പേരാ അത്. ചോദിച്ചവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. എല്ലാരെയും പോലെ അല്ലല്ലോ ചേട്ടാ നമ്മള്. അതെ, അതുകൊണ്ട് മാത്രം പറയാം. കത്രീന എന്ന് കേട്ടിട്ടുണ്ടോ? കത്രീന? ആ, അതന്നെ. ഞങ്ങളെ ഹൈറേഞ്ചുകാർക്ക് അവർ വെറും കത്രീന, ഈ നാട്ടുകാർക്ക് വെളുത്ത കത്രീന. അവര് നിങ്ങളോ എന്താ ബന്ധം? അമ്മയും കുഞ്ഞുമായിട്ട് എന്താ ബന്ധം? പൊക്കൽക്കൊടി ബന്ധമല്ലേ? അതുപോലൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലൊന്നും സംസാരിക്കാവോ? പറഞ്ഞത് മലയാളമല്ലയോ, പിന്നെ മനസ്സിലാക്കാൻ എന്താ അത്ര പാട്? എനിക്ക് പണം പറഞ്ഞു തരുന്നത് ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞു, ഞാനത് പറഞ്ഞു. അത് മാത്രം കേട്ടാ പോരാ, ഞങ്ങൾക്ക് ബാക്കി കൂടി കേൾക്കണം. തന്നെ സഹായിക്കുന്നത് കത്രീന ആയതുകൊണ്ട് പ്രത്യേകിച്ചും. ഉള്ളതുപോലെ പറ വർഗീസേട്ടാ. അതുകൊണ്ട് വർഗീസേട്ടന് ഗുണമല്ലാതെ ദോഷം ഒന്നും ഉണ്ടാവുകയില്ല. അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? അറിയുന്നത് അറിയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണെങ്കിൽ പ്രയോജനം ഞങ്ങൾക്കല്ല, വർഗീസിന് തന്നെ. എന്നുവെച്ചാ കത്രീന തരുന്നതിന്റെ ഇരട്ടി എന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമെന്ന അർത്ഥം. അതെ വർഗീസേട്ടാ, പറയുന്ന വാക്ക് മാറ്റി പറയുന്നവനല്ല ടോമി. എന്നാലും എല്ലാം അങ്ങ് തുറന്നു പറയുന്നില്ല. അരികും മൂലയൊക്കെ പറയാം. ബാക്കി നിങ്ങളെ പൂരിപ്പിച്ചോണം. ഈ കത്രീനയുടെ കഥ പറഞ്ഞു തുടങ്ങുമ്പോ തോമസ് ചാക്കോടെ പ്രേമം തൊട്ട് തുടങ്ങണം. പിന്നെ ആലിസ്.
എനിക്ക് ഇത്രയും മതി. വർഗീസ് പറഞ്ഞ പോലെ ബാക്കിയൊക്കെ ഞാൻ തന്നെ പൂരിപ്പിച്ചെടുത്തോളാം.